എറണാകുളത്ത് H1N1 പനി ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. ആലക്കാട് 4 വയസ്സുകാരൻ മരിച്ചത് H1N1 ബാധിച്ചാണെന്ന് സ്ഥിരീകരിച്ചതോടെ ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. ഈ മാസം 3 പേരാണ് H1N1 ബാധിച്ചു മരിച്ചത്. 145 പേർ ഈ വർഷം മരിച്ചു. 11 പേർക്ക് പരിശോധനയിലൂടെ രോഗം സ്ഥിരീകരിച്ചു. രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. പനി, തുമ്മൽ, തൊണ്ടവേദന, മൂക്കൊലിപ്പ്, ചുമ, ശ്വാസതടസ്സം, ഛർദി എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. രോഗബാധയുള്ളവർ മൂക്കും വായും മറയ്ക്കാതെ തുമ്മുകയും ചുമയ്ക്കുകയും ചെയ്യുന്നതിലൂടെയും മറ്റുള്ളവരുമായി അടുത്തിടപഴകുന്നതിലൂടെയും രോഗിയുടെ സ്രവങ്ങൾ പുരളാനിടയുള്ള പ്രതലങ്ങൾ സ്പർശിക്കുന്നതിലൂടെയുമാണ് രോഗം മറ്റുള്ളവരിലേക്ക് പകരുന്നത്. രോഗലക്ഷണങ്ങൾ തുടക്കത്തിലെ തിരിച്ചറിഞ്ഞ് കൃത്യസമയത്ത് ചികിത്സ നേടണമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശം. ഈ H1N1 ഉണ്ടാക്കുന്ന രോഗത്തിന്റെ പേരാണ് സ്വൈൻ ഫ്ലൂ അല്ലെങ്കിൽ പന്നിപ്പനി. അതിന്റെ ഒരു പകർച്ചവ്യാധിയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സാധാരണ രീതിയിൽ ഒരു കോമൺ കോൾഡ് പോലെ വന്നങ്ങ് പോകേണ്ടതേ ഉള്ളൂ. ഒട്ടുമിക്ക ആളുകൾക്കും സാധാരണ ഒരു ജലദോഷപ്പനി പോലെ വന്ന് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ, പ്രത്യേകിച്ച് മരുന്നുകളോ ഒന്നും ആവശ്യമില്ലാതെ തന്നെ പോകേണ്ട ഒരു പനിയാണ്. എന്നാൽ ചിലരിൽ ഇത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം. 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളിൽ സൂക്ഷിക്കണം. 65 വയസ്സിന് മുകളിലുള്ളവർ, പിന്നെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, പ്രഗ്നന്റ് ലേഡീസ്, അതായത് ഡയാലിസിസ് പേഷ്യൻസ്, കിഡ്നി ഫെയിലിയർ, ഹാർട്ട് ഫെയിലിയർ, അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള പേഷ്യൻസ്, HIV പേഷ്യൻസ്, അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് സ്റ്റിറോയിഡ് എടുത്തുകൊണ്ടിരിക്കുന്ന രോഗികൾ, ഇങ്ങനെയൊക്കെയുള്ളവർക്കാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്. H1N1 പനിക്ക് സർക്കാർ ആശുപത്രികളിൽ സൗജന്യ പരിശോധനയും ചികിത്സയും ലഭ്യമാണ്. H1N1 സ്ഥിരീകരിക്കുന്ന പ്രദേശത്ത് പരിശോധനകൾ ശക്തമാക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. ന്യൂസ് 18 കൊച്ചി.